ഇതിനിടയ്ക്ക് എഴുതാനൊക്കെ പോയായിരുന്നു. 2 സിനിമകൾ എഴുതി കളഞ്ഞു. പെടക്കോഴി കൂന്ന നൂറ്റാണ്ട്, പിന്നെ ഉത്സവമേളം. എന്തൊക്കെയാ ചെയ്തത്? ഞാൻ എഴുതിയതല്ലാതെ എല്ലാ ആർട്ടിസ്റ്റിന്റെയും മനസ്സിൽ ഒരു സ്ക്രിപ്റ്റും കഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ചിലത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇത് നന്നായിരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ എന്ന് പറയുന്നു. അവരത് പ്രായോഗികമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കതിനുള്ള സമയം ഉണ്ടായിട്ടില്ല സാർ. നമ്മുടെ ഷീലാമ്മ ഒരു പടം ഡയറക്ട് ചെയ്തായിരുന്നല്ലോ പണ്ട്. യക്ഷിയാണോ? യക്ഷഗാനം. അത് തന്നെ, യക്ഷഗാനം. ശിഖരങ്ങൾ ഡയറക്ട് ചെയ്തു. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ചോട് പിടിച്ച് നമ്മൾ കയറി ഒരു പടം ഡയറക്ട് ചെയ്താലോ? എനിക്കെന്തോ അത് അങ്ങനല്ല. എനിക്ക് അതുകൊണ്ട് ഒരു ആകർഷണം തോന്നില്ല. മാത്രമല്ല അതൊരു വലിയ ഉത്തരവാദിത്വമല്ലേ സാർ? വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലേ? അല്ല, അത് നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതോ ഇതുവരെ ഈ ആക്ഷൻ കറി പറയാനുള്ള ഒരു പാടാണോ? നമ്മൾ ഇത്രയും കാലം ആക്ഷൻ പറഞ്ഞപ്പോൾ മൂവ് ചെയ്ത ആളാണ്. അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഇതിപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കുന്നു, നമുക്ക് തോന്നുന്ന സജഷൻസോ കാര്യങ്ങളോ പറയുന്നു. സാർ ഇങ്ങനെ ചെയ്യട്ടെ, സാർ അങ്ങനെ ചെയ്യട്ടെ, ഒരു സജഷൻ അങ്ങനെ പറയാം. നമ്മളൊരു ഡയറക്ടറായിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ ശിവൻകരി ഒരു പടം ഡയറക്ട് ചെയ്തല്ലോ അല്ലേ? ആ സമയത്ത് അവിടെ സഹായിക്കാൻ പോയായിരുന്നു? ഇല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അത് പിന്നെ അതിന്റെ ടീമുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ വേറെ ഷൂട്ടിംഗ് അഭിനയിച്ചു. ഈ ഭർത്താവിന്റെ അനുഗ്രഹാശിസുകളോടെ അദ്ദേഹത്തിന്റെ കൽപ്പനകളിലൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയാ ഒരു സംഭവം? നമുക്ക് സാധാരണഗതി ഡയറക്ടർ പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പറയുന്ന അതും കൂടെ ഒന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരമാവും. രഹസ്യങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചറിയാൻ കാര്യം ഇതൊക്കെ ഞാൻ ഉർവശിയോടല്ലേ ചോദിക്കാം. എനിക്ക് ആരോട് ചോദിക്കും വേറെ? അത് ശരി. ഞാൻ അതുകൊണ്ടല്ലേ ഉർവശി തന്നെ വേണമെന്ന് പറഞ്ഞത്. 4 കൽപ്പിച്ച് വന്നിരിക്കുക. അതെ, 4 8. കാരണം ഇതിനകത്ത് ഉർവശി ഇത്രയും കാലം അഭിനയിച്ച ആളായതുകൊണ്ട് പരിന്തപ്രജ്ഞയായ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉർവശി പറയുന്ന ഭീകരമാണ് ഓരോ കാര്യവും ആൾക്കാർ മനസ്സിൽ എഴുതി സൂക്ഷിക്കും തീക്കൊള്ളി കൊണ്ട്. ഇതിപ്പോ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. എപ്പോഴാ ശത്രുക്കളാവുന്നത്? അത് വാടി ഉണ്ടാക്കുമ്പോ അത് വേണം. ഇല്ല പിന്നെ ദാമ്പത്യം എങ്ങനെ പച്ച പിടിക്കും? പാടല്ലേ? പാടാണ്. അപ്പം ഋഷി പഠിച്ച പാടം എന്തോ ദാമ്പത്യത്തിൽ പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനം അല്ല ജീവിതം. നമ്മുടെ കയ്യിൽ നമ്മളൊന്നും പ്ലാൻ ചെയ്ത്. ഇതാണോ അധ്യാത്മ വിദ്യാലയം? അല്ല, എന്നല്ല. മൊത്തം ജീവിതം തന്നെ ഒരു അധ്യാത്മ വിദ്യാലയം തന്നെയാണ്. അതിനിടയ്ക്ക് കടന്നു പോകുന്ന കുറെ കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ ഈ നേരത്തെ എന്താ പറയുന്ന ഈ ഇന്റർവ്യൂ ചെയ്തല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കും കേട്ടോ, ഈ ഉർവശിക്കൊക്കെ ഈ ആളുള്ള ഒരു കോണലിലും കാണാൻ പോയി താമസിച്ചാലേ ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. വഴക്കുണ്ടാക്കിയ ആൾക്കാർ ടി വിയിലും കണ്ട് സിനിമ കാണുമെന്ന് വിചാരിക്കും. അത് ശരിയാ. ഈ ശബ്ദം എല്ലാവർക്കും അറിയാമല്ലോ, വലിയ പ്രശ്നമാണ്. പണ്ട് നമ്മുടെ ടി.പി. രാധാമണി ചേച്ചി ഉർവശിക്ക് ഓർമ്മയില്ലേ? ചേച്ചിയും ഗംഗാരൻ ചേട്ടൻ ഇവർ രണ്ടുപേരും റേഡിയോ വഴി അന്ന് പോപ്പുലറാ. ഇവര് റേഡിയോ നാടകത്തിൽ അഭിനയിക്കുമ്പം നിന്നോട് ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അയലത്തുകാര് ഇവർക്ക് എപ്പോഴും വഴക്കൂടാനേ സമയമുള്ളൂ, റേഡിയോയിലാണ്. അതേ പ്രശ്നം ഉർവശിക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തോ ഇത് സംഭവം? പ്രശ്നം വരും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ശബ്ദം മാറ്റിയൊക്കെ ലാൻഡ് ലൈൻ അല്ലേ ഫോൺ എടുക്കും. ഉർവശി വേറെ ആരെ കൊണ്ട് ഉർവശിയുടെ ക്യാരക്ടേഴ്സ് ഡബ് ചെയ്യിച്ചിട്ടുണ്ടോ? ഈ ഭാഗ്യലക്ഷ്മിയെ പോലെ കുറെ ആൾക്കാരുണ്ടല്ലോ സമൂഹത്തില്. അയ്യോ, അവരൊക്കെ നല്ല ഡബിങ് ആർട്ടിസ്റ്റ് അല്ല സാർ. ബിഗിനിങ് സ്റ്റേജിലൊക്കെ അങ്ങനെ വേണ്ടി വരും. കാരണം ഷൂട്ടിംഗ് കേരളത്തിലും ഡബിങ് ചെന്നൈയിലും. അപ്പൊ നമ്മൾ ഒരു അന്ന് ഓടി നടക്കത്തില്ല. നമ്മളെ മറ്റേ കഥയിലേക്ക് നമ്മൾ ശബ്ദം മാറ്റി ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം ഹലോ എന്നൊക്കെ പ്രകാരം ഇത്രയും സാറ്റലൈറ്റ് ചാനൽസ് ഇല്ല. ഞാൻ വിളിക്കുന്നു, ഹലോ ഉർവശി, யார் பேசுறீங்க? ഞാൻ ശ്രീനന്ദാരെ பேசுறேன். வெளியே போயிருக்காங்க, அம்மா வெளியே போயிருக்காங்க, வரும்போது சொல்றேன். இது யாரு பேசுறே? நான் வீட்டுல சர்வன் பேசுறேன் சார். குழந்தைக்கு எப்படி சௌக்கியம் இருக்கு? என் குழந்தைய பத்தி நீங்க ஏன் சார் கேக்குறீங்க? உங்க குழந்தை குறிച്ച് ഞാൻ എപ്പോഴേ കേട്ടിട്ടുണ്ട്. എപ്പോ തിരുമ്പി വരും? പക്ഷെ എന്താ പറ്റുന്നറിയോ, ഇത് ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങനെ ശബ്ദം മാറ്റാൻ പറ്റും. മാറ്റിയാലും മനസ്സിലാവൂല്ലേ? എങ്ങനെ പറഞ്ഞാലും എടുക്കുമ്പോ തന്നെ ഉർവശിച്ചല്ലേ. പക്ഷേ ഉർവശി എങ്ങനെ മാറ്റിയാലും ഈ ശബ്ദം പിടിക്കും. ഈ ശബ്ദത്തിൽ എന്തൊക്കെയോ ചില പണ്ട് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ, സാറ്റലൈറ്റ് ചാനൽസ് ഇല്ല. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഒന്നും കാണുന്നില്ലല്ലോ ഒരുപാട് പേര് നേരിട്ട്. അപ്പൊ അവർക്ക് അറിയത്തില്ല. നേരിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, പല ആർട്ടിസ്റ്റിനെയും ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ചേച്ചിക്ക് ഡബ് ചെയ്തില്ലേ? കലാരഞ്ജിനിക്ക് നന്ദനം സിനിമയില് അല്ലേ ഡബ് ചെയ്തിട്ടുണ്ട്.